ഇത് വയനാട് യാത്രയുടെ രണ്ടാം ഭാഗമാണ്. ഈ കാറിലാണ് ഞങ്ങൾ വയനാടിൻ്റെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോയത്. ഷാഹിദ് എന്ന ആളാണ് ഈ ആളുടെ സ്വന്തമാണ്. വളരെ നല്ല പെരുമാറ്റവും ആത്മാർത്ഥതയുമുള്ളൊരു ആളാണ്. 2 ദിവസം ഈ കാറിലാണ് ഞങ്ങൾ വയനാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടത്. വയനാട് കാണാൻ താല്പര്യമുള്ളവർ അറിയിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ നമ്പർ ഞാൻ തരുന്നതാണ്. വയനാടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഷാഹിദിനെ അറിയാം. അതുകൊണ്ട് നല്ലതുപോലെ നമ്മളെ കെയർ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഞങ്ങളൊരു തേയിലത്തോട്ടത്തിലെത്തി. പ്രായം മറന്നു പോകും നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. എല്ലാവരും നല്ലവണ്ണം എൻജോയ് ചെയ്തു. അവിടെ നിന്നൊരു ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ 900 കണ്ടി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇനി 900 കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ജീപ്പിൽ വേണം പോകാനുള്ളത്. ഓഫ് റോഡാണ്. വളരെ പ്രയാസമായ യാത്രയായിരുന്നു. ശരിക്കും ഇവിടെ വെച്ചൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. കുറച്ചുകൂടെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോയപ്പം വലിയ പാറയുടെ മേളിൽ കൂടെയൊക്കെ ആയിരുന്നു വണ്ടി നീങ്ങിയത്. പേടിച്ചു പോയി. നമ്മൾ വീഴുമെന്ന് തന്നെ പേടിച്ചു പോയി. അത്ര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ എത്തി. അവിടെ കാണാനുണ്ട്, ഒത്തിരി കാണാനുണ്ട്. ഒരു ഗ്ലാസ് ബ്രിഡ്ജുണ്ട്. അത് കാണാൻ ഉള്ള ടിക്കറ്റ് എടുത്തു ഞങ്ങൾ. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി. ശരിക്കും താഴോട്ട് നോക്കിയപ്പോൾ പേടിച്ചു പോയി. അത്രയും ആഴമുണ്ട് അവിടെ. കാണേണ്ട സ്ഥലങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഒത്തിരി റൈഡൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും പെട്ടെന്ന് കയറാനുള്ള മനോധൈര്യം വന്നില്ല. ഇനി അടുത്ത് അവിടെ ഒരു ഗേവ് ഉണ്ടായിരുന്നു. അത് കാണാനുള്ള യാത്രയിലാണ്. ക്യാബ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷേ ഒത്തിരി ഞങ്ങൾ വിചാരിച്ചു അടുത്തായിരിക്കും എന്ന് വിചാരിച്ചു. ഒത്തിരി ദൂരം നടന്നു. അധികം ആരും അങ്ങോട്ട് പോകുന്നത് കണ്ടില്ല. ഒരു ചെറിയ പേടിയും ഉണ്ടായിരുന്നു, എന്തെങ്കിലും വന്യജീവികളോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന്.
പിന്നെ രണ്ടും കൽപ്പിച്ചുള്ളൊരു യാത്രയായിരുന്നു. ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ടുള്ളൊരു ചെറിയൊരു പേടി. എന്താ കേവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു, പക്ഷെ കുറേ കൂടെ പിന്നെയും പോകേണ്ടി വന്നു. എന്തായാലും അതിൻ്റെ അടുത്തെത്തി ഞങ്ങൾ. ഇത്രയും ഭംഗിയായി പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന കാഴ്ച അതിമനോഹരം തന്നെയാണ്. ഉള്ളൂ ഇതാണ്. കൂടുതൽ സമയം അവിടെ നിന്നില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട ടൈമായി. അങ്ങനെ അതിന് വരുന്ന വഴിക്ക് അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. പിന്നെ നേരെ വീട്ടിൽ. രാത്രിയായപ്പോൾ ചെറിയ പാട്ടും ഡിന്നറുമായിട്ടൊക്കെ എൻ്റെ സഹോദരൻ്റെ വക ഡിന്നർ പാർട്ടിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. കൂട്ടുകാരും ഉണ്ടായിരുന്നു. നല്ലവണ്ണം സന്തോഷമായി എൻജോയ് ചെയ്തു.